ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോയതാണ്. തലശ്ശേരി തന്നെയാണ്, പക്ഷേ തലശ്ശേരിയിൽ നിന്ന് ടൗൺ ഏരിയ അല്ല, കുറച്ച് വില്ലേജ് ഏരിയ ആണ്. ഈ സ്ഥലം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, പലർക്കും തലശ്ശേരിക്കാർക്ക് ഇത് മനസ്സിലാകും. ഏകദേശം 2-3 മാസമായിട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഇപ്പം അടുത്താണ് അതിന് സാധിച്ചത്. അമ്മാറിന് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത്. നല്ല റിവ്യൂസൊക്കെ കണ്ടായിരുന്നു. അപ്പോഴേ ഞാനും അമ്മാറും ആപ്പയും ഉമ്മയൊക്കെ കൂടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്ത് രസമല്ലേ കാണാൻ. കാറൊക്കെ ഉണ്ട് തലതിരിഞ്ഞിട്ട്. നല്ല കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ ആപ്പ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. അമ്മാർ അതൊക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്താണ് എഴുതുന്നത്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തു. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോട്ടോ ആണ് നമ്മളെ വെൽക്കം ചെയ്തത്. അമ്മാറിന് ആദ്യം മനസ്സിലായില്ല, പിന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായിട്ടോ. പിന്നെ മദർ തെരേസയുടെ ഈ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ആർട്ടാണ് അവിടെ ഉള്ളത്. നമുക്കിതൊക്കെ ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. അമ്മാറിന് ചിലതൊന്നും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെയാണ്, ഇല്യൂഷൻ വർക്കാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പിന്നെ അവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതും വളരെ രസകരമായതാണ്. കരയുന്ന കുട്ടി ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ആ കുട്ടി ചിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വളരെ ഭയങ്കര സന്തോഷം കൊടുക്കുന്നൊരു കാര്യമാണ്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. അമ്മാറിന് ഇതൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവൻ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അവൻ ഇതൊക്കെ ആദ്യമായിട്ട്, ഞാനും ഇത് ഡയറക്റ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. പൊതുവെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് എന്നല്ലാതെ ഡയറക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളൊരു നിമിഷം കൊണ്ട് ഈ ഒരു വർക്ക് കണ്ടങ്ങ് നീങ്ങി പോകുമല്ലേ. ഈ ആർട്ടിസ്റ്റ് എത്രമാത്രം അതിന് പിറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഓരോ ടൈപ്പുള്ള വർക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര രസമായിട്ട് അമ്മാറിന് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ എക്സ്പ്രഷൻ ഇടാൻ അവനെ കഴിച്ചേ വേറെ ആളുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. അതേപോലെ തന്നെ അയ്യോ പാവം പൊങ്ങുന്നില്ലേ ഇങ്ങനെയുള്ള കുറുമ്പുകളൊക്കെ അവൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ, പിന്നെ നമ്മുടെ പ്രശസ്തനായ നടൻ ജയൻ. മലയാളത്തിലെ ലെജൻസായ 2 പേരുടെ ഫോട്ടോ ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാരാണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ സത്യം മാഷാണ്. അപ്പോൾ ഇത് കുട്ടികളെക്കാട്ടും കൂടുതൽ മുതിർന്നവർക്കാണ് ഭയങ്കരമായിട്ട് സന്തോഷം തന്നിട്ടുണ്ടാവുക. പിന്നെ ഇതൊരു വേറൊരു ഇല്യൂഷനാണ്. അമ്മാറിന് എന്തായാലും ഇവിടെ വന്ന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. അവൻ ഓരോന്നിനോടും നന്നായി റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് ഒരിത്തിരി ദൂരം ഉണ്ട് കേട്ടോ. കുറച്ച് യാത്ര ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി. ഇവിടെ വലിയൊരു അക്വേറിയം ഉണ്ട്, അതേപോലെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പെയിൻറ്റ് ചെയ്യാൻ ഇവനെ കഴിച്ചേ വേറെ ആളുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട, പറയാതെ തന്നെ ഒരു ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് അങ്ങ് വരച്ചോളൂ. ഈ ഒരു വീടിനോട് ചേർന്നിട്ട് ഒരു പാർക്ക് കൂടിയുണ്ട്, അവിടേക്ക് പോയതാണ്. കണ്ടോ, വലിയൊരു ചിലന്തിയുടെ പ്രതിമയാണ്. അവനിത് ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. പുള്ളിക്കാരന് ഭയങ്കര പേടിയാണ്, കുറച്ച് ഹൈറ്റ് ഉണ്ട്, പിന്നെ സ്ലിപ്പായി പോകുന്നുണ്ട്. അതുകൊണ്ട് സ്പീഡിൽ ആടാൻ അവൻ അത്രക്കങ്ങ് ധൈര്യം കാണിച്ചിട്ടില്ല. മെല്ലെ മെല്ലെ ആടിയുള്ളൂ. അമ്മാറിന് ചെറുതിലെ ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ വൈൽഡ് ആനിമൽസ് ആണെങ്കിൽ അവന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ അവിടെ ഒരു മരത്തിൽ ഒരു പെരുമ്പാമ്പിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ നോക്കുന്നുണ്ടായിരുന്നു. കാണിച്ചെടുത്തപ്പം ഭയങ്കര സന്തോഷമായി. കണ്ടില്ലേ, അത് കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അവൻ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് നടന്ന വഴികളൊക്കെ കാണാമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് പൊതുവേ ഡ്രോയിങ്ങിന് ഇതേപോലുള്ള സീനറീസൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതോടെ ഫോട്ടോ എടുക്കാമെന്നുള്ള രീതിയിലാണ് അവിടെയൊക്കെ നടന്ന് കാണാമായിരുന്നു. ഈ തലതിരിഞ്ഞ വീട് എവിടെയാണെന്ന് അറിയോ? തലശ്ശേരി കായലോടാണ്, കൂത്തുപറമ്പ് പോകുന്ന ഭാഗത്താണ് ഈ ഒരു പ്ലേസ് ഇരിക്കുന്നത്. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേട്ടോ.